മൈക്കിന്റെ ഈ മറ്റു വാഹനങ്ങൾ പോകുമ്പോൾ എത്രത്തോളം ഇതിന്റെ ക്ലിയർ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ മനസ്സിലാക്കാം. ഞാനിപ്പോൾ ബൈപ്പാസിന്റെ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാതരം വാഹനങ്ങളും നമ്മളിങ്ങനെ പോയി ഏകദേശം ഒരു 30ലേക്ക് വന്നിട്ടുണ്ട്. കമ്പനി പറഞ്ഞത് 20 മീറ്റർ ആണ്. അപ്പോൾ സൗണ്ടിന്റെ ക്ലാരിറ്റി ഒക്കെ എത്ര ഉണ്ടാവുമെന്ന് വീഡിയോ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വയർലെസ് മൈക്ക് വാങ്ങണമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഫോണ് വയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റിസീവർ വെച്ച് നമുക്ക് ഒരു നിശ്ചിത ദൂരം വരെ വയറുകളൊന്നും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അതിന് നല്ല നല്ല വിലകളുണ്ട് കേട്ടോ. 25,000 രൂപയോളം വിലകളുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഓൾറെഡി ഒരു വയർലെസ് മൈക്കാണ് വാങ്ങിയത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 866 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. മുന്നേ ഞാൻ വാങ്ങിയത് 1600-നായിരുന്നു. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. എത്ര ദൂരം കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളും, അതുപോലെ നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ്ങും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് വലിയ വില കൂടിയ സാധനമൊന്നുമില്ല, എന്നാലും നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടാണ് ഇത് വാങ്ങാൻ കാരണം. അപ്പോൾ നല്ലൊരു ബോക്സ് തന്നെയാണ് ഇവർ തന്നത് കേട്ടോ. നല്ല ഒരു മൈക്കിന് ഏകദേശം 25,000 രൂപയോളം ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഇപ്പോൾ അത്രത്തോളം വലിയ മൈക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പാക്ക് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പാക്കറ്റ് വലുതാണെങ്കിലും സാധനം ചെറിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബോക്സ് ഇതാണ്. പിന്നെ ബോക്സ് കണ്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഓൾറെഡി, കാരണം ഒരു മൈക്കിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ കാണുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ 2 വശം തിരിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഇവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മൈക്കും ഒരു അഡാപ്റ്ററുമായിട്ട് 1 to 2 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ പ്രതീക്ഷയിലാണ് ഞാൻ പൊട്ടിച്ച് നോക്കുന്നത്. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഇതിൽ പാക്കറ്റ് വളരെ നല്ല അടിപൊളി പാക്കറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒന്നും വരുന്നൊരു പാക്കറ്റ് ഒന്നുമല്ല, കംപ്ലൈൻ്റ് ആകുന്ന പാക്കറ്റ് ആയിട്ടൊന്നുമല്ല കാണുന്നത്. നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം. യെസ്, തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത് കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു മാനുവൽ കാർഡും നമ്മുടെ 2+ മൈക്കുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതും ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് ഇതിൽ വരുന്നത് 2 മൈക്ക്. അതായത് നമ്മൾ 2 പേർക്ക് ഒരുമിച്ച് സംസാരിക്കാനുള്ള ഇത് ഫോണിൻ്റെ സൈഡിൽ നമ്മൾ കുത്തണം. പിന്നീട് നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ബോക്സ്, പിന്നെ ഇതിൽ എങ്ങനെ ഉപയോഗിക്കേണ്ട വിധം എന്നുള്ള കാരണങ്ങളൊക്കെ വെച്ചുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്. അതിൻ്റെ പുറമെ ഇതിൻ്റെ പിന്ന് ചാർജ് ചെയ്യാനുള്ള പിന്നാണെന്ന് തോന്നുന്നു. നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒന്നൊന്നല്ല കേട്ടോ, കുറച്ച് തോനുണ്ട്, വളരെയധികം തന്നെയുണ്ട്. ഇത് നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടേക്ക് നീക്കി വെക്കാം. നമുക്കുള്ളത് 2 ചാർജറിൻ്റെതും പിന്നെ ചെറിയ ഐഫോണിലേക്കൊക്കെ കൊടുക്കാനുള്ളതാണ് തോന്നുന്നത്. ഐഫോണിൻ്റെ പിന്ന് മാതിരി കാണുന്നുണ്ട്. പിന്നെ ഇവിടെയും നീക്കാനെന്തോ സ്ഥലം കാണുന്നുണ്ട്. അതുപോലെ പിന്നെ സാധാരണ ഫോണിന് മൈക്കിലേക്ക് കൊടുക്കുന്ന അഡാപ്റ്ററാണെന്ന് തോന്നുന്നു, ഇതുമുണ്ട്. ഇതാണ് നമ്മളെ സി ടൈപ്പ് പിന്നാണുള്ളത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണിൽ സി ടൈപ്പ് അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ നമ്മൾ വേറൊരു പിന്ന് കൂടി വാങ്ങേണ്ടി വരും. പിന്നീടുള്ള കാര്യങ്ങളാണ് ഇത്. ഇനി നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യാം, എത്രത്തോളം ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ 2 സ്വിച്ചുകളുണ്ട് കേട്ടോ. ഈ സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റ് വരും. ഇവിടെ റെഡും ഗ്രീനും കളറുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീനിൽ തന്നെ ആകുമ്പോഴാണ് നമ്മുടെ ഫോണ് കണക്റ്റ് ആവുക. അതുപോലെ തന്നെ ഇതിനും ഓൺ ചെയ്യാനുണ്ട്, 2ലും ഓൺ ചെയ്യണം. നമ്മൾ ഇത് ചാർജ് ചെയ്ത് വെക്കുകയും വേണം കേട്ടോ. 2ഉം ഓൺ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ട്. ചാർജ് ചെയ്ത് വെക്കാനുള്ള പിന്നെ ഇതാണ് നമ്മൾ ഓൾറെഡി ഇരിക്കുന്ന ഈ ഫോൺ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇത് ഇവിടെ നോക്കിയിട്ട് നമ്മൾ സാധാരണ ചാർജർ വഴിയാണ് ഇത് ചാർജ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യാനൊക്കെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫുള്ള് ചാർജ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ വ്ളോഗിങ്ങിന് ഇറങ്ങേണ്ടതാണ്. പിന്നെ ഇത് നമ്മളെ സി ടൈപ്പാണ്. അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു ഫോണുള്ള സി ടൈപ്പ് ഉള്ളത്, അതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക്
ഇപ്പോൾ ഇതിൻ്റെ വില 866 രൂപയാണ് കേട്ടോ. ഒരു പക്ഷേ ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു പക്ഷേ വില കൂടാനും കുറയാനും സാധ്യത. അപ്പോൾ നമ്മൾ ഈ മൈക്കിൻ്റെ ഈ മറ്റു വാഹനങ്ങൾ പോകുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ക്ലിയർ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ മനസ്സിലാക്കാം. ഞാനിപ്പോൾ ബൈപ്പാസിൻ്റെ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാതരം വാഹനങ്ങളും പോകുന്നതാണല്ലോ. അപ്പോൾ എത്രത്തോളം ഇതിന് ക്ലിയർ ഉണ്ടെന്ന് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി ഇതിൻ്റെ എത്രത്തോളം ദൂരം പോകുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് ആട്ടോ. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വണ്ടി പോകും. പിന്നെ നമ്മൾ ഈ കുപ്പി ഓരോ 2 മീറ്ററിലാണ് വെച്ചത് കേട്ടോ. നമ്മളിങ്ങനെ മാറി 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 എത്രത്തോളം സൗണ്ട് അതിൻ്റെ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിത് എത്രത്തോളം ഇതിൻ്റെ സൗണ്ടും ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഓരോരോ 2 മീറ്റർ, ടോട്ടലി 20 മീറ്ററാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 20ാമത്തെ മീറ്ററിലാണ് നമ്മളെ ഓട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ 2 മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്, ഒന്ന് നമ്മൾ ഇവിടെ ഇതിലോട്ട് ടെസ്റ്റ് ചെയ്യാണ്. ഈ സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തുകൂടി വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ആദ്യം 2 മീറ്ററിലേക്ക് എത്തി. ഇനി നമ്മൾ പോകുന്നത് ഇതാ 4ാമത്തെ മീറ്ററിലേക്കാണ് എത്തിയത്. അതിനുശേഷം നാട്ടിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളത് നമ്മൾ 6ാമത്തെ മീറ്ററിലേക്ക്. ഇനി നമ്മൾ 4ാമത്തെ കുപ്പിയിലേക്ക് പോവുകയാണ്. അപ്പം 8 മീറ്ററായി. അതിനുശേഷം ഇതിക്കണ 5ാമത്തേത്, അപ്പോൾ 10 മീറ്റർ. പിന്നീട് പോകുന്നത് 6ാമത്തെ ബോട്ടലിൻ്റെ അടുത്തേക്കാണ്, 12ആയി. പിന്നീട് പോകുന്നത് 7ാമത്തേതാണ്, അപ്പം 14ആയി. പിന്നെ നമ്മൾ 8ലേക്ക്, അപ്പം 16ആയി. പിന്നെ നമ്മൾ പോകുന്നത് 9ലേക്ക്, 18ആയി. പിന്നെ നമ്മൾ എടുക്കണ 20ാമത്തെ കുപ്പി ഇതാ ഓൾറെഡി നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട്. സോറി, 20ാമത്തല്ല, 10ാമത്തെ കുപ്പി 2 മീറ്റർ വിട്ടുകൊണ്ട് 20 മീറ്ററാണ്. ഇപ്പോഴും നമ്മൾ ഇതിൽ സിഗ്നലിൽ നമ്മൾ നോക്കൂ കേട്ടോ. ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഇപ്പോഴും നമ്മളിത് കട്ടായില്ല എന്നാണ് പറയുക. അപ്പോൾ ഇത് കട്ടായിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ 20ൻ്റെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 22ലേക്ക് എത്തി. ഇപ്പോഴും ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ്. സൗണ്ട് അവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം 24 മീറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇത് ഗ്രീൻ തന്നെ ആയിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം 26 മീറ്ററിലേക്ക് എത്തി കേട്ടോ. 26 മീറ്ററിൽ എത്തിയപ്പോഴും ഇതിൽ ഗ്രീൻ കളർ തന്നെയാണ് കാണിക്കുന്നത്. നമ്മളെ ഇപ്പുറത്തുള്ള വയർലെസ്സിലും ഗ്രീൻ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളിതാ വരികയാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ ഒരു 28ആയി, അതായത് 28 മീറ്ററിലേക്കായി. ഇപ്പോൾ നമ്മളിങ്ങനെ പോയി ഇതാ ഏകദേശം ഒരു 30ലേക്ക് വന്നിട്ടുണ്ട്. കമ്പനി പറഞ്ഞത് 20 മീറ്ററാണ്. അപ്പോൾ സൗണ്ടിൻ്റെ ക്ലാരിറ്റി ഒക്കെ എത്ര ഉണ്ടാവുമെന്ന് വീഡിയോ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിപ്പം ഏതായാലും അറിയാൻ കഴിയില്ല, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഏകദേശം ഒരു 34-35 മീറ്ററോളായി. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഇപ്പോഴും ഇവിടെ ഗ്രീനാണ് കത്തുന്നത്. അപ്പോൾ എത്ര ക്ലിയർ ഉണ്ടോ ഇല്ല എന്നൊന്നും എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 37 നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും സൗണ്ടിന് വലിയൊരു എത്രത്തോളം മാറ്റുണ്ട് എന്നുള്ള വീഡിയോയിൽ കാണാം. അതിനിടയിൽ കൂടി നമ്മൾ എടുക്കുന്ന ഒരു ഓട്ടോ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും നമുക്ക് കേൾക്കാം. അങ്ങനെ ഇങ്ങനെ വന്ന് ഏകദേശം ഇപ്പോൾ ഒരു 45 മീറ്ററിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മളിങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയും റോഡും തമ്മിലുള്ള ഒരുപാട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എന്നെ കാണാൻ കഴിയില്ല. ഏകദേശം ഒരു 50 മീറ്ററോളം നമ്മളിപ്പോൾ നിന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് വരികയാണ്. അപ്പോൾ സൗണ്ടിൻ്റെ മാറ്റങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വീഡിയോ കൂടി തന്നെ മനസ്സിലാക്കുക. അതുപോലെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 50 കിലോമീറ്റർ പോയിട്ട് ഇതിൽ ഗ്രീൻ തന്നെയാണ് കാണുന്നത്. നമുക്ക് ഇവിടെ ഒരു LED ബൾബ് ഞാൻ പറഞ്ഞല്ലോ, അത് ഗ്രീനിൽ കൂടുതലാണെങ്കിൽ വേറെ കളർ, അതായത് ഗ്രീന് കെട്ടാലാണ് നമുക്ക് സൗണ്ട് ഇവരെ കണക്റ്റിങ് ഒഴിവായി എന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ വീണ്ടും വരികയാണ്. നമ്മുടെ ഓട്ടോൻ്റെ അടുത്തെത്തി. 22 മീറ്ററിലായിരുന്നു നമ്മുടെ ഓട്ടോ. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 18 മീറ്റർ, 16 മീറ്റർ, 14, 12 അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ 6 മീറ്ററിലേക്ക് എത്തി. ഇപ്പോൾ 4 മീറ്ററിൽ. അപ്പോൾ ഇതാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ക്ലാരിറ്റികളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ സാധനം പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.